വെൽക്കം ബാക്ക് ടു ടിക്ടോക്സ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സംഗതി കേൾക്കുമ്പോൾ വലിയ പുരോഗമനം പോലെ തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലെ യുക്തി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? നമ്മൾ മലയാളികൾ എന്നും അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് നീതിയും സമത്വവും. പക്ഷേ കേരളത്തിലെ KSRTC ബസ്സിൽ കയറിയാൽ ഈ സമത്വം സ്റ്റാൻഡിൽ ഉപേക്ഷിക്കേണ്ടി വരും. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നടപ്പിലാക്കുന്ന ഫ്രീ ടിക്കറ്റ് എന്ന പരിപാടി കാണുമ്പോൾ ഒന്ന് ചോദിക്കാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ദരിദ്രരായ പുരുഷന്മാർക്കും മാരകമായ അസുഖങ്ങളോട് പൊരുതുന്ന രോഗികൾക്കും വിശപ്പും വേദനയും അനുഭവപ്പെടാറില്ലേ എന്നാണോ അധികാരികൾ കരുതുന്നത്? ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള കോർപ്പറേറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവർക്ക് സാമ്പത്തികമായി ഒരു പ്രിവിലേജ് ഉണ്ട്. അവർക്ക് യാത്ര സൗജന്യമാണ്. അവർക്ക് ആ പണം ലാഭിക്കാം. സന്തോഷം. ഇതിന്റെ മറ്റൊരു വശം നോക്കിയാൽ ആശുപത്രിയിൽ പോകാൻ വണ്ടിക്കൂലിക്ക് വകയില്ലാത്ത എത്രയോ രോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. മാരകമായ അസുഖങ്ങൾ ബാധിച്ചവർ, പരസഹായമില്ലാതെ നടക്കാൻ വയ്യാത്തവർ, അവർ പുരുഷന്മാരാണെങ്കിൽ ടിക്കറ്റ് എടുത്തേ പറ്റൂ. ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ നിൽക്കുന്ന, അസുഖങ്ങൾ ബാധിച്ചതോ അല്ലെങ്കിൽ പ്രാരാബ്ധമുള്ളതോ ആയ ഒരു പാവപ്പെട്ട ദിവസക്കൂലിക്കാരനായ പുരുഷൻ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ടിക്കറ്റിനായി മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിനോട് എതിർപ്പില്ല. പക്ഷേ പാവപ്പെട്ടവനെ ലിംഗത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് എന്ത് നീതിയാണ്? ജോലിയില്ലാത്ത യുവാക്കളും തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കുന്ന പുരുഷന്മാരും ഒരു നേരത്തെ മരുന്നിന് വേണ്ടി പൈസ അന്വേഷിച്ചു നടക്കുന്നവനും ഈ നാട്ടിലെ പൗരന്മാരല്ലേ? സാമ്പത്തിക ഭദ്രതയുള്ളവർക്ക് ഫ്രീ കൊടുക്കുമ്പോൾ ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് എന്ത് തരം സോഷ്യലിസമാണ്? അതായത് പണമുള്ള സ്ത്രീക്ക് ഫ്രീ, പണമില്ലാത്ത പുരുഷന് ഫ്രീ ഇല്ല. ഇത് എന്ത് തരം ലോജിക്കാണ്? പണ്ട് ഒരു സീറ്റ് തരുമോ മോനെ എന്ന് ചോദിച്ചിരുന്നവർ ഇന്ന് ഇത് ഞങ്ങളുടെ വണ്ടിയാടാ എന്ന ലുക്കിലാണ് ഇരിക്കുക. ഇതിൽ വലിയ സാമ്പത്തിക വശം കൂടിയുണ്ട്. KSRTC എന്നേ പാപ്പരായ ഒരു സ്ഥാപനമാണ്. ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഈ സൗജന്യ പ്രഖ്യാപനം. KSRTC നഷ്ടത്തിലാണെന്ന് പറയുമ്പോഴും ഇത്തരം വിവേചനപരമായ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരെ പറ്റിക്കാനാണ്? ഈ നഷ്ടം അവസാനം നികുതി പണമായി സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പോകണം. സൗജന്യം കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം സ്ത്രീകൾക്ക് സുരക്ഷിതമായും കൃത്യസമയത്തും യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കുക എന്നതല്ലേ? നമ്മുടെ ഭരണഘടന പറയുന്നത് ലിംഗവിവേചനം പാടില്ല എന്നാണ്. പക്ഷെ ബസ്സിൽ കയറിയാൽ ഈ നിയമം ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച ലുക്കാണ്. ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം ആനുകൂല്യം കൊടുക്കലല്ല, മറിച്ച് അർഹതയുള്ള എല്ലാവരെയും തുല്യമായി കാണണം. ആനുകൂല്യം നൽകേണ്ടത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഗുരുതരമായ അസുഖമുള്ളവർക്ക്, ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക്, അവർ ആണായാലും പെണ്ണായാലും സൗജന്യയാത്ര നൽകിക്കൂടെ? ആനുകൂല്യം അർഹതയുള്ളവരിലേക്ക് എത്തട്ടെ. ജോലിക്ക് പോകുന്നവരും സാമ്പത്തിക ശേഷിയുള്ളവരും ടിക്കറ്റ് എടുക്കട്ടെ. അതല്ലേ വേണ്ടത്? മാന്യമായി ശമ്പളം വാങ്ങുന്നവർ, അത് ആണായാലും പെണ്ണായാലും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. എങ്കിൽ മാത്രമേ KSRTC എന്ന സ്ഥാപനം നിലനിൽക്കൂ. ഇനിയിപ്പോ ആണുങ്ങൾ ബസ്സിൽ കയറാൻ പെൺവേഷം കെട്ടി എന്ന വാർത്തയും കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആനുകൂല്യങ്ങൾ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ലേ വേണ്ടത്? അതോ സ്ത്രീ ആയതുകൊണ്ട് മാത്രം മതിയോ? താഴെ കമന്റ് ചെയ്യൂ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ പറ്റൂ. കൂടെ ടിക്ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.